യദോ നിയുക്തോ ദൗത്യേനാം തയാ ദേവ്യാ ശിവസ്വയം ശിവദൂതീതി ലോകേസ്മിൻ തദസാഖ്യാതിമാഗതാം. യദോ നിയുക്തോ ദൗത്യേന തയാ ദേവ്യാ ശിവസ്വയം ശിവദൂതീതി ലോകേ അസ്മിൻ തദസാഖ്യാതിമാഗത. യഥാ തയാ ദേവ്യ, ഏതൊരു കാരണത്താൽ, ആ ദേവിയാൽ, ശിവം സ്വയം, ശിവൻ തന്നെ, ദൗത്യേന നിയുക്ത, ദൂതഭാവത്തിൽ നിയോഗിക്കപ്പെട്ടുവോ, തഥ, അക്കാരണം കൊണ്ട്, സാ ചണ്ഡികാദേവി, അസ്മിൻ ലോകെ, ഈ ലോകത്തിൽ, ശിവദൂതി ഇതി, ശിവദൂതി എന്ന പേരിൽ ഖ്യാതിം ആഗത, പ്രസിദ്ധിയെ പ്രാപിച്ചു. സകലചരാചര ഗുരുവായ മഹേശ്വരൻ സ്വയം ദൂതഭാവം സ്വീകരിച്ചു. അതിന് കാരണക്കാരി ആയതുകൊണ്ട് ദേവിക്ക് ശിവദൂതി എന്ന പ്രസിദ്ധമായ പേരുണ്ടായി. തേഭി ശ്രുത്വാ വജോ ദേവ്യാം ശർവാഖ്യാതം മഹാസുരാം അമർഷാ പൂരിതാ ജഗ്മുർ എത്ര കാർത്യായനീ സ്ഥിതാം. തേഭി ശ്രുത്വാ വജോ ദേവ്യാം ശർവാഖ്യാതം മഹാസുരാം അമർഷാ പൂരിതാ ജഗ്മുർ എത്ര കാർത്യായനീ സ്ഥിതാം. തേ മഹാസുരാഭി, ആ മഹാസുരന്മാരും, ശർവാഖ്യാതം, ശർവനാൽ പറയപ്പെട്ട, ദേവ്യാ വജ, ദേവിയുടെ വാക്കിനെ, ശ്രുത്വ കേട്ടിട്ട്, അമർഷാ പൂരിത, കോപം വർദ്ധിച്ചവരായിട്ട്, കാർത്യായനി, കാർത്യായനി ദേവി, എത്ര സ്ഥിത, എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത്, ജഗ്മു, അവിടെ പോയി. ശ്രീ പരമേശ്വരിൽ നിന്ന് ദേവിയുടെ വാക്കു കേട്ടിട്ട് ആ മഹാസുരന്മാർ വർദ്ധിച്ച കോപത്തോടുകൂടി ദേവി ഇരുന്ന പ്രദേശത്തേക്ക് പോയി. തഥ പ്രഥമമേവാഗ്രേ ശരശക്ത്യുഷ്ടിവൃഷ്ടിഭീം വവർഷുരുദ്ധതാമർഷാം താം ദേവീമരാരയാം. തഥ പ്രഥമം ഏവാഗ്രേ ശര ശക്തി വൃഷ്ടി വൃഷ്ടിഭി വവർഷുർ ഉത്ഥതാമർഷാം താം ദേവീം അമരാരയാം. തഥാ പിന്നെ, അമരാരയ, അമരന്മാരുടെ ശത്രുക്കൾ അല്ലെങ്കിൽ അസുരന്മാർ, ഉത്ഥതാമർഷ, ഉയർന്ന അമർഷത്തോടെ, പ്രഥമം ഏവ, ആദ്യമേ തന്നെ, താം ദേവീം അഗ്രേ, ആ ദേവിയുടെ മേൽ, ശര ശക്തി വൃഷ്ടി വൃഷ്ടിഭി, ശരം ശക്തി വൃഷ്ടി എന്നിവയുടെ വൃഷ്ടികളാൽ, ശരം എന്ന് പറഞ്ഞ അമ്പ്, ശക്തി വേൽ, വൃഷ്ടി ഈട്ടി, അതായത് ഒരുതരം കുന്തമാണ്, വർഷു വർഷിച്ചു. അമർഷം കൊണ്ട് ഉദ്ധതന്മാരായ അസുരന്മാർ ദേവി ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ ദേവിയുടെ മേൽ ശരങ്ങളും ശക്തികളും വൃഷ്ടികളും വർഷിച്ചു. തങ്ങൾ ചെയ്യുന്നത് എന്തെന്ന് അമർഷം കൊണ്ടും അഹങ്കാരം കൊണ്ടും അസുരന്മാർ മറന്നു. ശിവനിലൂടെ ദേവി അയച്ച സന്ദേശത്തിന് മറുപടി കൊടുത്തില്ല. എന്ന് മാത്രമല്ല, ധർമ്മയുദ്ധ മര്യാദ പാലിക്കാതെ ആദ്യമേ തന്നെ ആയുധപ്രയോഗം ആരംഭിക്കുകയും ചെയ്തു. സാചതാൻ പ്രഹിതാൻ ബാണാൻ ശൂലശക്തി പരശ്വതാൻ ചിച്ഛേദ ലീലയാത്മാദം ധനുർമുക്തൈർമഹേഷുബീം. സാചതാൻ പ്രഹിതാൻ ബാണാൻ ശൂലശക്തി പരശ്വതാൻ ചിച്ഛേദ ലീലയാത്മാദം ധനുർമുക്തൈർ മഹേഷുബി. സാച, ആ ദേവിയും, താൻ പ്രഹിതാൻ ബാണാൻ, അയക്കപ്പെട്ട ആ ബാണങ്ങളെയും, ശൂലശക്തി പരശ്വതാൻ, ശൂലം ശക്തി വെൺമഴു എന്നിവയെയും, ആത്മാദ ധനുർമുക്തേ, ശബ്ദിക്കുന്ന വില്ലിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട മഹേഷുബി, മഹാബാണങ്ങളാൽ, ലീലയാ ചിച്ഛേദ, കളിയായിട്ട് മുറിച്ചു, അല്ലെങ്കിൽ നിഷ്പ്രയാസം മുറിച്ചു. അസുരന്മാർ അയച്ച ശൂലം ശക്തി വെൺമഴു തുടങ്ങിയ ആയുധങ്ങളെ ഞാണൊലി മുഴക്കുന്ന തൻ്റെ വില്ലിൽ നിന്ന് അയച്ച മഹാസ്ത്രങ്ങൾ ദേവി അനായാസമായിട്ട് മുറിച്ചു കളഞ്ഞു.